നമസ്കാരം. എജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് +2 തുല്യതാ പഠിതാക്കൾക്കായി 2025 അക്ഷര കൈരളിയുടെ പരീക്ഷാ പതിപ്പിൽ നിന്നുള്ള സോഷ്യോളജിയുടെ മാതൃകാ ചോദ്യപേപ്പർ വിശകലനം രണ്ടാം ഭാഗമാണ്. 24 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങളാണ് വിശദീകരിക്കുന്നത്. മാതൃകാ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് ക്ലാസ് മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുന്നതോടൊപ്പം ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ചോദ്യപേപ്പർ നോക്കാം. 24 മുതൽ 27 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ്. ഓരോന്നിനും 6 സ്കോർ വീതമാണ്. 24ാമത്തെ ചോദ്യം എ, ബി എന്നിങ്ങനെ 2 സ്കോറിന്റെയും 4 സ്കോറിന്റെയും ചോദ്യങ്ങളായാണ് തന്നിരിക്കുന്നത്. നോക്കാം. എ, ബഹുജന മാധ്യമങ്ങൾ എന്ന ആശയം വിശദീകരിക്കുക. ബി, ടെലിവിഷനിലും റേഡിയോ പ്രക്ഷേപണത്തിലും ആഗോളവൽക്കരണത്തിന്റെ സ്വാധീനം ചർച്ച ചെയ്യുക. ബഹുജന മാധ്യമങ്ങൾ എന്ന ആശയം വിശദീകരിക്കാം. പേജ് നമ്പർ 125 ബഹുജന മാധ്യമങ്ങളും വിനിമയങ്ങളും എന്ന പാഠഭാഗം നോക്കുക. ബഹുജന മാധ്യമങ്ങൾ എന്നത് വലിയ ജനസമൂഹങ്ങളിലേക്ക് ഒരു സന്ദേശം ഒരേ സമയം എത്തിക്കുന്ന മാധ്യമങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. റേഡിയോ, ടെലിവിഷൻ, വർത്തമാന പത്രങ്ങൾ, മാസികകൾ, സിനിമ, ഇന്റർനെറ്റ് തുടങ്ങിയവയെല്ലാം ബഹുജന മാധ്യമങ്ങളിൽ പെടുന്നവയാണ്. വിവരങ്ങൾ, സന്ദേശങ്ങൾ, വിജ്ഞാനങ്ങൾ, വിനോദങ്ങൾ തുടങ്ങിയവ വലിയ ജനവിഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ ബഹുജന മാധ്യമങ്ങൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. ആദ്യം ടെലിവിഷനിൽ ആഗോളവൽക്കരണത്തിന്റെ സ്വാധീനം. സ്വകാര്യ ഉപഗ്രഹ ചാനലുകളുടെ വളർച്ച ആഗോളവൽക്കരണ കാലത്തെ പ്രധാന സവിശേഷതയാണ്. അതുമൂലം ഉപഗ്രഹ TV കണക്ഷനുകൾ വർദ്ധിക്കുകയുണ്ടായി. 1991 ഗൾഫ് യുദ്ധവും അക്കൊല്ലം തന്നെ ആരംഭിച്ച സ്റ്റാർ ടിവിയും ഇന്ത്യയിൽ സ്വകാര്യ ഉപഗ്രഹ ചാനലുകളുടെ കടന്നുവരവിന് തുടക്കം കുറിച്ചു. ഗൾഫ് യുദ്ധത്തിന്റെ തത്സമയ സംപ്രേഷണം നടത്തിയ CNN ചാനൽ വലിയ പ്രചാരം നേടുകയും അതുപോലെ സ്റ്റാർ ടിവിയുടെ പരിപാടികൾ ഇന്ത്യയിലെ ജനങ്ങളെ വല്ലാതെ ആകർഷിക്കുകയും ചെയ്തു. കൂടാതെ ഉപഗ്രഹ വിനോദ ചാനലായ CTVയും ഇന്ത്യയിൽ പ്രക്ഷേപണം ആരംഭിച്ചു. ടെലിവിഷൻ വഴിയാണ് വിവിധ രാജ്യങ്ങളിലെ സംസ്കാരങ്ങൾ, ആശയങ്ങൾ, വേഷഭൂഷ, ഭക്ഷണ രീതികൾ തുടങ്ങിയവ ലോകമെമ്പാടുമുള്ള ആളുകളിലേക്ക് എത്തുന്നത്. ഇതിന് ആഗോളവൽക്കരണം വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇനി ആഗോളവൽക്കരണം റേഡിയോയെ എങ്ങനെ സ്വാധീനിച്ചെന്ന് നോക്കാം. ആഗോളവൽക്കരണം റേഡിയോയെ വിവിധ മേഖലകളിൽ കാര്യമായി തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. കൂടാതെ അതിന്റെ സ്വഭാവത്തിലും പ്രവർത്തന രീതിയിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുമുണ്ട്. ആഗോളവൽക്കരണത്തിന്റെ പ്രഭാവം റേഡിയോയെ ദേശീയ അതിരുകൾ കടന്ന് ആഗോള മാധ്യമമായി മാറ്റി. വിവിധ സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള സംഗീതം, ഭാഷ, വാർത്താ വിതരണ രീതികൾ, കലയിലുള്ള വൈവിധ്യം തുടങ്ങിയവ റേഡിയോ വഴി ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളിലേക്ക് എത്തി. ഇന്റർനെറ്റ് ടെക്നോളജിയുടെ സഹായത്തോടെ ഓൺലൈൻ റേഡിയോകൾക്കും പ്രചാരം ലഭിച്ചു. സ്വകാര്യ ഉടമസ്ഥതയിൽ FM സ്റ്റേഷനുകൾ രൂപീകൃതമായത് റേഡിയോ രംഗത്ത് വിനോദ പരിപാടികളുടെ കടന്നുവരവിന് കൂടുതൽ ഊർജ്ജമേകി. FM ചാനലുകൾ ഇന്ന് യുവാക്കളുടെ ഹരമായി മാറിയിട്ടുണ്ട്. അതുപോലെ വലിയ ആഗോള കമ്പനികളുടെ നിയന്ത്രണം മൂലം വാണിജ്യപരമായ പരസ്യങ്ങൾക്കും വിപണന മൂല്യങ്ങൾക്കുമാണ് മുൻതൂക്കം ലഭിച്ചത്. ഇത് ചിലപ്പോഴൊക്കെ തദ്ദേശീയതയുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നു. തദ്ദേശീയ ഭാഷകളെയും സംസ്കാരങ്ങളെയും അവഗണിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്നിരുന്നാലും ആഗോളവൽക്കരണം റേഡിയോയ്ക്ക് കൂടുതൽ സാങ്കേതിക പുരോഗതിയും സാംസ്കാരിക വൈവിധ്യവും സമ്മാനിച്ചു എന്ന് പറയാം. 25ാമത്തെ ചോദ്യം പഞ്ചായത്തിന്റെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും വിശകലനം ചെയ്യുക. പഞ്ചായത്തിന്റെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും വിശകലനം ചെയ്യുക. ഓരോ ഗ്രാമത്തിലും ഒരു ഗ്രാമപഞ്ചായത്ത് ഉണ്ടാകും. ഗ്രാമത്തിലെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനും ഗ്രാമനിവാസികളുടെ വികസനം ഉറപ്പാക്കുന്നതിനും ഇത് പ്രവർത്തിക്കുന്നു. പഞ്ചായത്ത് അംഗങ്ങൾ ജനങ്ങളാൽ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നതാണ്. പഞ്ചായത്തിന്റെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും നോക്കാം. സാമ്പത്തിക പുരോഗതിക്കായുള്ള പദ്ധതികൾ തയ്യാറാക്കുക. സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുക. നികുതികൾ, തീരുവകൾ, ടോളുകൾ, ഫീസുകൾ എന്നിവ ചുമത്തുകയും പിരിച്ചെടുക്കുകയും ചെയ്യുക. പ്രാദേശിക അധികാരികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് പോലെയുള്ള ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തങ്ങളിൽ സഹായിക്കുക. പൊതു ശ്മശാനങ്ങൾ സംരക്ഷിക്കുക. ജനന മരണ രജിസ്റ്ററുകൾ സൂക്ഷിക്കുക. മാതൃ ശിശു കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക. കുടുംബാസൂത്രണത്തെ പ്രോത്സാഹിപ്പിക്കുക. കാർഷിക രംഗത്ത് ആവശ്യമായ പ്രോത്സാഹനവും പദ്ധതികളും നടപ്പിലാക്കുക. റോഡുകൾ, പൊതു കെട്ടിടങ്ങൾ, പൊതു കിണറുകൾ, ടാങ്കുകൾ, സ്കൂളുകൾ എന്നിവ നിർമ്മിക്കുക. കുടിൽ വ്യവസായവും ചെറുകിട ജലസേചന പദ്ധതികളും പ്രോത്സാഹിപ്പിക്കുക. IRDP, ICDS എന്നീ പദ്ധതികൾക്ക് മേൽനോട്ടം വഹിക്കുക. ഇവയൊക്കെയാണ് പഞ്ചായത്തിന്റെ പ്രധാന അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും. 26ാമത്തെ ചോദ്യം
സ്വതന്ത്ര ഇന്ത്യയിലെ വ്യവസായവൽക്കരണവും നഗരവൽക്കരണവും വിശദീകരിക്കുക. സ്വതന്ത്ര ഇന്ത്യയിലെ വ്യവസായവൽക്കരണവും നഗരവൽക്കരണവും വിശദീകരിക്കുക. വ്യവസായവൽക്കരണം നോക്കാം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ സാമ്പത്തികമായി വളരെ പിന്നിലായിരുന്നു. കൊളോണിയൽ ചൂഷണമാണ് രാജ്യത്തെ ദരിദ്രമാക്കിയതെന്നും ബ്രിട്ടീഷ് ഭരണം തകർത്ത സമ്പദ് വ്യവസ്ഥയെ വ്യാവസായികവൽക്കരണത്തിലൂടെ ശക്തിപ്പെടുത്താമെന്ന് നമ്മുടെ ദേശീയ നേതാക്കൾ വിശ്വസിച്ചിരുന്നു. ഇന്ത്യയെ വ്യവസായവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ നമ്മുടെ ദേശീയ നേതാക്കൾ ബോധവാന്മാരായിരുന്നു. നെഹ്റു ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ വ്യവസായവൽക്കരണത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. പഞ്ചവത്സര പദ്ധതികൾ വഴി വ്യവസായം വളർത്താനുള്ള നയങ്ങൾ സർക്കാർ സ്വീകരിച്ചു. വ്യവസായവൽക്കരണം വെറും സാമ്പത്തിക മാറ്റം മാത്രമല്ല, തൊഴിൽ, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നിവയിൽ വലിയ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നഗരവൽക്കരണം നോക്കാം. നഗരവൽക്കരണവും വ്യവസായവൽക്കരണവും പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുന്ന ഒന്നാണ്. നഗരവൽക്കരണം എന്നത് ഗ്രാമങ്ങളിലെ നല്ലൊരു വിഭാഗം ജനങ്ങൾ തൊഴിലന്വേഷിച്ച് നഗരങ്ങളിലേക്ക് കുടിയേറി. വിദേശ നഗരങ്ങൾ ഉൾപ്പെടെയുള്ള ഈ കുടിയേറ്റം സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് നയിച്ചു. ഈ മാറ്റം അവരുടെ സ്വന്തം ഗ്രാമങ്ങളിലും പ്രതിഫലിച്ചു. വ്യാവസായിക നഗരവൽക്കരണത്തിന്റെ ഭാഗമായി സമീപത്തുള്ള ഗ്രാമങ്ങൾ നഗരങ്ങളായി മാറി. മെട്രോപൊളിറ്റൻ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി അധിവാസ പ്രദേശങ്ങൾ ഒഴികെയുള്ള ഗ്രാമപ്രദേശങ്ങളിലെ മുഴുവൻ ഭൂമിയും നഗര വികസനത്തിനായി ഉപയോഗിക്കപ്പെട്ടു. നഗരവൽക്കരണം ഇന്ത്യയുടെ വികസന യാത്രയിലെ അത്യന്താപേക്ഷിതമായ ഘടകമാണ്. ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കുള്ള ഈ മാറ്റം സമൂഹത്തെ ആധുനികതയിലേക്കും വികസനത്തിലേക്കും നയിച്ചു. 27ാമത്തെ ചോദ്യം, താഴെ പറയുന്നവ വിശദീകരിക്കുക. ഓരോന്നിനും 2 സ്കോർ വീതമാണ്. എ, പ്രബല ജാതിയുടെ സവിശേഷതകൾ. ബി, ഗോത്ര സമുദായങ്ങളുടെ ആർജിത സവിശേഷതകളുടെ അടിസ്ഥാനത്തിലുള്ള വർഗീകരണം. സി, അണുകുടുംബം. എ, പ്രബല ജാതിയുടെ സവിശേഷതകൾ. ബി, ഗോത്ര സമുദായങ്ങളുടെ ആർജിത സവിശേഷതകളുടെ അടിസ്ഥാനത്തിലുള്ള വർഗീകരണം. സി, അണുകുടുംബം. പ്രബല ജാതികളുടെ സവിശേഷതകൾ നോക്കാം. സംഖ്യാബലവും ഭൂ ഉടമസ്ഥത വഴിയുള്ള സാമ്പത്തിക ശക്തിയും രാഷ്ട്രീയാധികാരവുമുള്ള ജാതികളെയാണ് പ്രബല ജാതികൾ എന്ന് പറയുന്നത്. പ്രബല ജാതികളുടെ സവിശേഷതകൾ സംഖ്യാബലം, ഭൂസ്വത്തും സാമ്പത്തിക ശേഷിയും രാഷ്ട്രീയാധികാരം എന്നിവയാണ്. അടുത്തത് ഗോത്ര സമുദായങ്ങളുടെ ആർജിത സവിശേഷത. ആർജിത സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഗോത്ര സമൂഹങ്ങളെ വർഗീകരിക്കാറുണ്ട്. ഉപജീവന മാർഗം, ഹൈന്ദവ സമൂഹത്തിലേക്കുള്ള ഉൾച്ചേരൽ എന്നിവ ആർജിത സവിശേഷതകളാണ്. അടുത്തത് അണുകുടുംബം നോക്കാം. ഏറ്റവും ചെറിയ കുടുംബമാണ് അണുകുടുംബം. മാതാപിതാക്കളും അവരുടെ അവിവാഹിതരായ മക്കളുമാണ് അണുകുടുംബത്തിലെ അംഗങ്ങൾ. അണുകുടുംബത്തിൽ 2 തലമുറ വരെയുള്ള അംഗങ്ങൾ ഉണ്ടായിരിക്കും. അടുത്തത് 28 മുതൽ 30 വരെയുള്ള ഏതെങ്കിലും 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ്. ഓരോന്നിനും 8 സ്കോർ വീതമാണ്. 28ാമത്തെ ചോദ്യം, ജനസംഖ്യാ വളർച്ചയെക്കുറിച്ചുള്ള മാൽത്തൂസിയൻ സിദ്ധാന്തത്തെ വിമർശനാത്മകമായി വിലയിരുത്തുക. ജനസംഖ്യാ വളർച്ചയെക്കുറിച്ചുള്ള മാൽത്തൂസിയൻ സിദ്ധാന്തത്തെ വിമർശനാത്മകമായി വിലയിരുത്തുക. ജനസംഖ്യയുടെ നിയന്ത്രണവും വളർച്ചയും സംബന്ധിച്ച് ചരിത്രത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിദ്ധാന്തമാണ് മാൽത്തൂസിയൻ സിദ്ധാന്തം. ഇംഗ്ലണ്ട് സ്വദേശിയായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ തോമസ് റോബർട്ട് മാൽത്തസ് 1798 പുറത്തിറക്കിയ ആൻ എസ്സേ ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ എന്ന കൃതിയിലൂടെയാണ് ഈ സിദ്ധാന്തം ലോകമറിയുന്നത്. പ്രകൃതിദത്തമായ ആഹാര വിഭവങ്ങൾക്കൊപ്പം ജനസംഖ്യയുടെ അമിത വളർച്ച കൊണ്ടുണ്ടാകുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങളെയാണ് അദ്ദേഹം ഇതിലൂടെ മുന്നോട്ട് വച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ സിദ്ധാന്തം വിമർശനാത്മകമായിരുന്നു. ഒന്നാമതായി ശാസ്ത്രീയമായ അടിത്തറയില്ലായ്മയായിരുന്നു. മാൽത്തൂസിയൻ സിദ്ധാന്തത്തിന് ശാസ്ത്രീയമായ തെളിവുകൾ ഇല്ലായിരുന്നു. തത്വചിന്തയുടെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം ഇത് അവതരിപ്പിച്ചത്. പിന്നീട് അദ്ദേഹത്തിന്റെ കണക്കുകൾ തെറ്റാണെന്ന് തെളിഞ്ഞു. ആഹാര ഉൽപാദനത്തിൽ സാങ്കേതിക പുരോഗതിയുടെ സാധ്യതയെ അവഗണിച്ചു. എന്നാൽ ഗ്രീൻ റവല്യൂഷനും മെക്കാനൈസേഷനും മനുഷ്യനെ ഭക്ഷ്യക്ഷാമത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. സാമൂഹിക പരിസരങ്ങൾ ഉൾക്കൊള്ളാത്തത് മൂലം കൂലിവർഗങ്ങൾക്ക് മാത്രമേ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ബാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. എന്നാൽ ജനസംഖ്യയുടെ വളർച്ച എല്ലാ സമൂഹ വിഭാഗങ്ങളെയും ബാധിക്കുന്നു. മാനവശേഷിയുടെ അവഗണനയിലൂടെ മാൽത്തൂസ് മനുഷ്യന് ഭക്ഷണം മാത്രം ആവശ്യമായ ഒരു ജീവിയായി കാണുന്നു. എന്നാൽ മനുഷ്യന്റെ ജ്ഞാനശേഷി, സൃഷ്ടിപ്പകർപ്പ് ശേഷി എന്നിവ ജനസംഖ്യയെ ഒരു പ്രതിസന്ധിയല്ല, മറിച്ച് വികസനത്തിന്റെ സാധ്യതയായി മാറ്റിയിരിക്കുന്നു. പണ്ടത്തേക്കാൾ ഇന്ന് കൂടുതൽ നൂതനമായ മനുഷ്യത്വപരമായ സമീപനങ്ങളാണ് ജനസംഖ്യാ നിയന്ത്രണത്തിന് സ്വീകരിക്കുന്നത്. പദ്ധതിപരമായ കുടുംബ നിയന്ത്രണം, സ്ത്രീകളുടെ വിദ്യാഭ്യാസം, ആരോഗ്യരംഗത്തെ പുരോഗതി എന്നിവയുടെ പശ്ചാത്തലത്തിൽ മാൽത്തൂസ് മുന്നിൽ വെച്ച ആശങ്കകൾ ഒട്ടുമിക്ക സാഹചര്യങ്ങളും മറികടക്കപ്പെട്ടിരിക്കുന്നു. സാമൂഹിക വികസനവും സാങ്കേതിക പുരോഗതിയും ചേർന്ന് ജനസംഖ്യയെ
ഭീഷണിയല്ല മറിച്ച് അവകാശമായി മാറ്റാൻ മനുഷ്യന് കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ മാൽത്തൂസിന്റെ സിദ്ധാന്തം ചരിത്രപരമായി പ്രാധാന്യമുള്ളതാണെങ്കിലും ആധുനിക ലോകം അതിനെ പിന്തള്ളി മുന്നോട്ട് പോയതായി വിലയിരുത്താം. 29ാമത്തെ ചോദ്യം, പ്രാദേശികവാദത്തിന്റെയും മതനിരപേക്ഷതയുടെയും സവിശേഷതകളെ കുറിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കുക. പ്രാദേശികവാദത്തിന്റെയും മതനിരപേക്ഷതയുടെയും സവിശേഷതകളെ കുറിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കുക. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യമുയർത്തുന്ന പ്രധാന വെല്ലുവിളികളിലൊന്നാണ് പ്രാദേശികവാദം. ഭാഷാ വൈവിധ്യം, മതങ്ങൾ, പ്രദേശം എന്നിവയിൽ നിന്നാണ് പ്രാദേശികവാദം ഉത്ഭവിക്കുന്നത്. ഇവയെല്ലാം ഒരു പ്രത്യേക പ്രദേശത്തെ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ പ്രാദേശികവാദം അതിവേഗം വളരുന്നു. പ്രാദേശികമായി തങ്ങൾക്ക് അവകാശപ്പെട്ടത് നിഷേധിക്കപ്പെടുകയാണ് എന്ന വികാരം കൂടി ചേരുമ്പോൾ പ്രാദേശികവാദം ആളിക്കത്തുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്തും പ്രാദേശിക വിഭജനം ഇന്ത്യയിൽ നിലനിന്നിരുന്നു. ഭരണ നടത്തിപ്പിനായി ബ്രിട്ടീഷുകാർ പ്രസിഡൻസികൾ എന്ന പേരിൽ രാജ്യത്തെ വലിയ പ്രവിശ്യകളാക്കി വിഭജിച്ചിരുന്നു. ബോംബെ, കൽക്കട്ട, മദ്രാസ് എന്നിവയായിരുന്നു 3 പ്രധാന പ്രസിഡൻസികൾ. ഇതിനു പുറമെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള 565 നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം ലഭിച്ച ശേഷവും തുടക്കത്തിൽ ഇന്ത്യ ഗവൺമെന്റും ഈ പ്രവിശ്യ വിഭജനത്തിന്റെ ചുവട് പിടിച്ചു നീങ്ങി. പിന്നീട് ഇന്ത്യ ഗവൺമെന്റ് സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിച്ചു. ഇനി മതനിരപേക്ഷത നോക്കാം. ആധുനിക ജനാധിപത്യ രാജ്യങ്ങളിൽ മതാധികാരത്തെയും രാഷ്ട്രീയാധികാരത്തെയും തമ്മിൽ വേർതിരിക്കുന്നതിനെയാണ് മതനിരപേക്ഷത എന്ന് പറയുന്നത്. ഇത് ആധുനികത, ശാസ്ത്രബോധം, യുക്തിചിന്ത എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജീവിതത്തെയും ലോകത്തെയും മനസ്സിലാക്കുന്നതിന് മതം എന്ന സ്ഥാപനത്തിന് പുറത്ത് യുക്തിപരമായ ബദൽ മാർഗങ്ങൾ ഇത് നിർദ്ദേശിക്കുന്നു. എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയും ബഹുമാനവും നൽകുക എന്നതാണ് ഭാരതത്തിലെ മതനിരപേക്ഷതയുടെ ആശയം. കൂടാതെ മതങ്ങൾ തമ്മിലുള്ള സമത്വവും പരസ്പര ബഹുമാനവുമാണ് മതനിരപേക്ഷതയുടെ ഹൃദയം. മതവിശ്വാസം വ്യക്തിയുടെ അവകാശമാണെന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നു. ഇന്ത്യയിൽ മതചടങ്ങുകൾക്കും ഉത്സവങ്ങൾക്കും സർക്കാർ പിന്തുണ നൽകുന്നതും സാധാരണമാണ്. എല്ലാ മതങ്ങളുടെയും പ്രധാന ആഘോഷങ്ങളെ ഇന്ത്യ ഗവൺമെന്റ് പൊതു അവധി ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അടുത്തത് 30ാമത്തെ ചോദ്യം. 30ാമത്തെ ചോദ്യം എ, ബി എന്നിങ്ങനെ 2 ചോദ്യങ്ങളായാണ് തന്നിരിക്കുന്നത്. 2 സ്കോറിന്റെയും 6 സ്കോറിന്റെയും ചോദ്യങ്ങളാണ്. എ, സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ 4 സവിശേഷതകൾ എഴുതുക. ബി, പഴയതും പുതിയതുമായ സാമൂഹ്യ പ്രസ്ഥാനങ്ങളെ അനുയോജ്യമായ ഉദാഹരണം നൽകി വിശദീകരിക്കുക. സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ 4 സവിശേഷതകൾ നോക്കാം. ഓരോ സാമൂഹ്യ പ്രസ്ഥാനത്തിനും അവയുടേതായ പ്രത്യേകതകളും ലക്ഷ്യങ്ങളുമുണ്ട്. പൊതുവായ ചില സവിശേഷതകൾ നോക്കാം. സുസ്ഥിരവും സംഘടിതവുമായ പ്രവർത്തനം, പൊതുവായ ലക്ഷ്യം, പൊതുവായ പ്രത്യയശാസ്ത്രം, മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നു. ഇതുകൂടാതെ സംഘാടനം, നേതൃത്വം, വ്യവസ്ഥാപിത ഘടന എന്നിവയും ഇതിന്റെ സവിശേഷതകളാണ്. അടുത്തത് പഴയതും പുതിയതുമായ സാമൂഹ്യ പ്രസ്ഥാനങ്ങളെ അനുയോജ്യമായ ഉദാഹരണങ്ങൾ നൽകി വിശദീകരിക്കുവാനാണ്. നോക്കാം. പഴയ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ നോക്കാം. വർഗാടിസ്ഥാനത്തിലുള്ള പ്രസ്ഥാനങ്ങൾ, കോളനി വിരുദ്ധ പ്രസ്ഥാനങ്ങൾ, തൊഴിലാളി പ്രസ്ഥാനങ്ങൾ, കർഷക പ്രസ്ഥാനങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ എന്നിവയാണ്. പുതിയ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ നോക്കാം. യുദ്ധവിരുദ്ധ പ്രസ്ഥാനങ്ങൾ, പൗരാവകാശ പ്രസ്ഥാനങ്ങൾ, വനിതാ പ്രസ്ഥാനങ്ങൾ, പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ, ആഗോളവൽക്കരണ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയവയാണ്. ഇനി സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ നോക്കാം. ചിപ്കോ പ്രസ്ഥാനം ഇതൊരു പരിസ്ഥിതി പ്രസ്ഥാനമാണ്. ഹിമാലയൻ താഴ്വരയിലെ കുന്നുകളിലാണ് ഈ പ്രസ്ഥാനം രൂപം കൊണ്ടത്. ദരിദ്രരായ ജനങ്ങളുടെ ഉപജീവന ആവശ്യവും മരം മുറിച്ച് വിറ്റ് വരുമാനമുണ്ടാക്കാനുള്ള ഗവൺമെന്റിന്റെ താല്പര്യവുമാണ് പ്രക്ഷോഭങ്ങൾക്ക് കാരണം. മരങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഗ്രാമവാസികളായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ മരങ്ങൾ കെട്ടിപ്പിടിച്ചു നിന്നുകൊണ്ട് ചെറുത്തുനിൽപ്പ് സമരം നടത്തി. ചിപ്കോ പ്രസ്ഥാനം പാരിസ്ഥിതിക സുസ്ഥിരത എന്ന ആശയം ഉയർത്തിപ്പിടിച്ചു. വനനശീകരണം, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ തുടങ്ങിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഈ പ്രസ്ഥാനം ചൂണ്ടിക്കാട്ടി. ഹിമാചൽ പ്രദേശിലെ അളകനന്ദ ഗ്രാമത്തിലാണ് ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത്. ഇനി കർഷക പ്രസ്ഥാനങ്ങൾ നോക്കാം. കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും ഭൂവുടമകളിൽ നിന്നും അധികാരികളിൽ നിന്നും നേരിടുന്ന ചൂഷണങ്ങൾക്കെതിരെയും നിരവധി കർഷക സമരങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ബംഗാളിൽ രൂപം കൊണ്ട തെബഗ പ്രസ്ഥാനം, ചമ്പാരൻ സത്യാഗ്രഹം, ബർദോലി സത്യാഗ്രഹം, അഖിലേന്ത്യാ കിസാൻ സഭ, തെലങ്കാന സമരം തുടങ്ങിയവയെല്ലാം ചില ഉദാഹരണങ്ങളാണ്. ഒട്ടേറെ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഇത്തരം സമര പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് പിന്നാക്കവർഗ ജാതി പ്രസ്ഥാനങ്ങൾ നോക്കാം. സാമൂഹ്യമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്നവരാണ് പിന്നാക്ക വിഭാഗങ്ങൾ. സാമൂഹ്യ ശ്രേണിയിൽ ഉയർന്ന ജാതിക്കാരുടെ താഴെയും ദളിതരുടെ മുകളിലുമാണ് അവരുടെ സ്ഥാനം. പിന്നാക്കവർഗങ്ങൾ എന്ന പദം 19ാം നൂറ്റാണ്ടിന്റെ അന്ത്യകാലം മുതൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. മദ്രാസ് പ്രസിഡൻസി,
നാട്ടുരാജ്യമായ മൈസൂർ, ബോംബെ പ്രസിഡൻസി എന്നിവിടങ്ങളിൽ ഈ പദം വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. 1920 മുതൽ പിന്നാക്ക ജാതി, പിന്നാക്ക വർഗ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ ധാരാളം സംഘടനകൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി ഉയർന്നു വന്നു. ചില പ്രധാനപ്പെട്ട പിന്നാക്ക വർഗ പ്രസ്ഥാനങ്ങൾ നോക്കാം. യുണൈറ്റഡ് പ്രൊവിഡൻസ് ഹിന്ദു ബാക്ക്വേർഡ് ക്ലാസസ് ലീഗ്, ഓൾ ഇന്ത്യ ബാക്ക്വേർഡ് ക്ലാസസ് ഫെഡറേഷൻ, ഓൾ ഇന്ത്യ ബാക്ക്വേർഡ് ക്ലാസസ് ലീഗ് എന്നിവ പ്രധാനപ്പെട്ട പിന്നാക്കവർഗ പ്രസ്ഥാനങ്ങളാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. തുടർന്നും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.